ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു വണ്ടി ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞത് ഫൈനലായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളൊന്നുമല്ല, വണ്ടി ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ അടിച്ചിരിക്കുന്നത് റെനോൾട്ടിൻ്റെ റേഡിയം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ അടിച്ചിരിക്കുന്നത്. ഇത് സാധാരണ പെയിൻറ്റിനെ അപേക്ഷിച്ചിട്ട് ഏകദേശം ഒരു 10-15 രൂപ പെയിൻറ്റിന് മാത്രം കൂടുതലായിട്ട് വരും കേട്ടോ. കാരണം ഇതിന് അണ്ടർ സിൽവറൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ റെഡ് പേളൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ചത് വണ്ടി ഇത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ സ്പോർട്ടി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ നൈലോൺ വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരുന്ന ഡോറിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഡോറിൽ വരുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു ബ്ലാക്കിൽ നൈലോൺ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഡയമണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്പോർട്ടി മീൻസ് തൈ സപ്പോർട്ടുള്ള രീതിയിലുള്ള സീറ്റ് 4 കൊടുത്തിട്ടുണ്ട്. ബാക്ക് നോർമൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി വണ്ടി നീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം ഇന്ത്യയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അത് വണ്ടി ഈ ഒരു രീതിയിൽ ഇന്ത്യയിലും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കംഫർട്ടബിൾ ആണ്. ഈ സീറ്റിനെ പറ്റി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇനിയിപ്പോൾ വണ്ടിയുടെ പുറത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാക്കിൽ നിന്ന് തുടങ്ങാം. ബാക്കിൽ നിന്ന് പോകുമ്പോൾ നോർമൽ ഒരു ടൈപ്പ് 4 കൺവേർഷനുള്ള രീതിയിൽ തന്നെ ബാക്കിൽ ചെയ്തിരിക്കുന്നത് LED ടൈലൈറ്റ് കൊടുത്തു. അതേപോലെ തന്നെ പിയാനോ ഫിനിഷിങ്ങിലുള്ള ഇന്നോവ എന്ന് പറഞ്ഞ ക്രോം ബ്ലാക്ക് പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. യു ക്രോം പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ബമ്പർ റിഫ്ലക്ടർ LED കൊടുത്ത്. കസ്റ്റമറുടെ നിർബന്ധമായിരുന്നു ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതന്നെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗ്യാപ്പിലാണ് ബമ്പർ റിഫ്ലക്ടർ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോയിലറും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിക്ക് പോകണമെങ്കിൽ നമ്മൾ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ഈ ഒരു ഫില്ലറും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. മിറർ നമ്മൾ ക്രോം ടൈപ്പ് മിററായിരുന്നു. അത് നമ്മൾ ഒരു മാച്ച് എന്ന രീതിയിൽ അതും പിയാനോ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൂഫ് ടോപ്പും പിയാനോ ഫിനിഷിംഗ് ആണ്. ഈ ഒരു ലുക്കാണ് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഗ്രില്ല് നിങ്ങൾ നോക്കണമെങ്കിൽ ഗ്രില്ലിൽ ടോപ്പിൽ ആ ക്രോം ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് കൊടുത്തു. ഈ ഒരു ക്രോം മാത്രം ക്രോമായിട്ട് കൊടുത്തു. അതിൻ്റെ ഇന്നർ വരുന്നത് പിയാനോ ബ്ലാക്ക് കൊടുത്തു. ഔട്ടറിൽ വരുന്ന ക്രോം പിയാനോ ബ്ലാക്ക് കൊടുത്തു. അതിൻ്റെ സെൻട്രൽ ലൈൻ മാത്രം ക്രോമും ടേറ്റയുടെ ലോഗം ക്രോമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ ഒരു എന്താ പറയുക, ചില സാധനങ്ങൾ പിയാനോ ഫിനിഷിങ്, ചില സാധനങ്ങൾ ക്രോം, അങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിവശത്ത് ഒരു യു ക്രോം ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ചെറിയ ഉറച്ചൽ അറിഞ്ഞു. വണ്ടി ഇപ്പോൾ ഡെലിവറി ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ വീഡിയോയിൽ ഉറച്ചൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത് ഇപ്പോൾ പോയിട്ട് ഗാരേജ് ചെയ്യും, എന്നിട്ട് ഡെലിവറി ചെയ്യുള്ളൂ കേട്ടോ കസ്റ്റമർക്ക്. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഏരിയയിൽ വീഡിയോ എടുത്തിട്ടപ്പോൾ അത് അവിടെ ആ കുറ്റിയുമ്പോൾ തട്ടിയതാണ് ചെറുതായിട്ട്. അപ്പോൾ അത് ഉറച്ചത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ കസ്റ്റമർക്ക്. നമ്മുടെ സൈഡിൽ നമ്മൾ ക്രിസ്റ്റയുടെ ബീഡിയും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അതും പിയാനോ ബ്ലാക്ക് അടിച്ചിട്ട് അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ അതുമായിട്ടുണ്ട്. ഇതിൻ്റെ ഫുഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ രണ്ടാമത് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാലിബറും കാര്യങ്ങളൊക്കെ ഇന്നറിൽ റെഡ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു.
ഫുൾ പെയിൻറ്റിങ്, ടൈപ്പ് ഫോർ കൺവേർഷൻ, ഇന്ത്യയിൽ സ്പോർട്ടി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. ഒരു സിൽവർ വണ്ടിയായിരുന്നു കേട്ടോ. സിൽവർ വണ്ടി ഏകദേശം ഒരു 2 മാസത്തോളം നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നമ്മളൊരു കംപ്ലീറ്റ് ആയി വണ്ടി കാണിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.